ബിജെപിയുടെ ദേശീയ തലത്തിൽ തന്നെ സജീവ ചർച്ചാ വിഷയമായ മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ നടപടിക്കായുള്ള ബിജെപി നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ബിജെപിയുടെ നേതൃയോഗങ്ങൾ നടക്കുന്ന ഹോട്ടലിന് മുൻവശത്ത് നിന്ന് ആണ് മാതൃഭൂമി.com ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ വിവാദത്തിൽ മുഖ്യ പ്രതികളായി അല്ലെങ്കിൽ പ്രധാനമായി ആരോപണ വിധേയരായ ബിജെപി സംസ്ഥാന സെക്രട്ടറി AK നസീറിനെതിരെ നടപടി എടുക്കാൻ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചതാണ് ഈ നിമിഷം ഇവിടെ നിന്ന് തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. AK നസീറിനെതിരെ നടപടിക്ക് കോർ കമ്മിറ്റിയിൽ ധാരണയായെങ്കിലും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് മാത്രമേ തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് അറിയുന്നത്. കോർ കമ്മിറ്റി യോഗത്തിൽ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ കൂടാതെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ആണ് പങ്കെടുത്തത്. കൂടാതെ RSS പ്രതിനിധികളും കോർ കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായിരുന്നു. ഈ യോഗത്തിൽ നടപടി വേണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഈ കാര്യത്തിൽ വേറിട്ട അഭിപ്രായങ്ങളും കോർ കമ്മിറ്റി യോഗത്തിലുണ്ടായി. അങ്ങനെ ഒരു വിഭിന്നമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടി മാത്രം നടപടിയെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇവിടെ സംസ്ഥാന നേതൃയോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന നേതൃയോഗത്തിൽ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ PK കൃഷ്ണദാസ് പങ്കെടുക്കാത്തതാണ്. PK കൃഷ്ണദാസിന്റെ അഭാവമാണ് എടുത്തു പറയേണ്ടത്. ആന്ധ്രാപ്രദേശിന്റെ ചുമതലയുള്ള BJP നേതാവായ അദ്ദേഹം അവിടുത്തെ സംസ്ഥാന നേതൃയോഗങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലായതിനാലാണ് ഇവിടെ പങ്കെടുക്കാൻ എത്താതിരുന്നത്. ഈ പ്രധാന വിഭാഗങ്ങളായി BJPയിലെ പ്രധാന പടലപ്പിണക്കത്തിന് കാരണമായ പ്രധാന വിഭാഗങ്ങളായി പരിഗണിക്കുന്ന ഒന്നിന്റെ തലവനായാണ് PK കൃഷ്ണദാസ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. MD രമേശ് കൂടി ഉൾപ്പെട്ട MD രമേശിന്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായെങ്കിലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വിശദീകരണത്തിന് സമയം നൽകിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി അതിന് വിശദീകരണം നൽകി എന്നുമാണ് അറിയുന്നത്. ഇന്ന് 3:30 വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് കമ്മിറ്റി തീരുമാനങ്ങൾ അറിയിക്കും എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മാതൃഭൂമി.com വേണ്ടി ജിതിൻ.